പെയിന്റ് ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ, നിങ്ങളുടെ വീടുകൾക്ക് നേടാം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. PP പെയിന്റ്സിന്റെ ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി 12ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. കൂടുതൽ വിവരങ്ങൾക്ക് PP പെയിന്റ്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. PP പെയിന്റ്സ്, ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി. ഏവർക്കും PP പെയിന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വടക്കാഞ്ചേരി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പത്രസമ്മേളനത്തിലെ ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കണമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ അഴിമതിക്കാരും പിരിവുകാരും കള്ളന്മാരുമാണെന്നുള്ള രീതിയിൽ ഇന്നലെ ഡിവൈഎഫ്ഐ അവരുടെ പാർട്ടി ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയത് മാധ്യമങ്ങളിലൂടെ കണ്ടു. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ചാരിത്ര പ്രസംഗം വളരെ ഗംഭീരമായി. വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ്സുകാർ നടത്തിയ അഴിമതിയുടെ തെളിവ് ഡിവൈഎഫ്ഐ ഹാജരാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ തന്നെ ആ വാർത്തക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐ അവരുടെ കയ്യിലുള്ള തെളിവുകൾ, വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ്സുകാർ നടത്തി എന്ന് പറയുന്ന അഴിമതിയുടെ തെളിവുകൾ ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നാണ്. അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, ഡിവൈഎഫ്ഐ എന്നത്ര നന്നായത് വടക്കാഞ്ചേരിയിലെ തന്നെ ഒരു വനിതാ സഖാവ് മറ്റേ NV വൈശാഖൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിനെതിരെ ഒരു പരാതി കൊടുത്തു. പരാതിയിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ പരാതിയിൽ ആദ്യം ആളെ തരം താഴ്ത്തി. ഇപ്പോൾ ആൾക്ക് പ്രൊമോഷൻ കൊടുത്തിരിക്കുക, പാർട്ടി ജില്ലാ തലത്തിൽ പ്രൊമോഷൻ കൊടുത്തിരിക്കുക. എന്താണ് അതിനെക്കുറിച്ച് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്? ഡിവൈഎഫ്ഐ ഇപ്പോൾ പിരിവ് നടത്തുന്നുണ്ട് കുറേ. നേരത്തെ ബിജു ഇസ്മായിലിനെതിരെ പിരിവ് നടത്തിയതിൻ്റെ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കുൾപ്പെടെ പിരിവ് നടത്തി. ഇവരെവിടെയെങ്കിലും കണക്ക് ഹാജരാക്കിയിട്ടുണ്ടോ? ബിരിയാണി ചലഞ്ച് നടത്തി. ഇവരെവിടെയാണ് കണക്ക് ബോധിപ്പിച്ചിട്ടുള്ളത്? വലിയ ആദർശം പറയാണ്. ഇവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ചില വീടുകളിൽ എനിക്ക് അനുഭവമുള്ളതാണ്. ഇവർ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത വീടുകളിൽ അവർ പൈസയായിട്ടാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതെവിടെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്? ആർക്കാണ്, ഏത് അക്കൗണ്ടിലാണ് ഈ പൈസ സൂക്ഷിക്കുന്നത്? ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിരിച്ച പണം, വാങ്ങിയ സ്ഥലം, അത് ഇരട്ടി വില കൊടുത്ത് വാങ്ങിയുള്ളതിനേക്കാൾ എന്നുള്ള രീതിയിൽ പരാതി കൊടുത്ത് നടപടി നേരിട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐക്ക് വല്ലതും പറയാനുണ്ടോ? ഭരണവും പോലീസും കയ്യിലുള്ള ഡിവൈഎഫ്ഐ ചങ്കൂറ്റമുണ്ടെങ്കിൽ തെളിവുകൾ പോലീസിന് കൈമാറണം. ബിജു ഇസ്മായിലിനെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജു ഇസ്മായിൽ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലെ വനിതാ ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിൽ ഡിവൈഎഫ്ഐ എന്ത് നിലപാടെടുത്തു? തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ CPM-ഉം DYFയും അടിസ്ഥാനമില്ലാതെ ആരോപണങ്ങൾ നടത്തുകയാണെന്നും കെ അജിത് കുമാർ പറഞ്ഞു. വടക്കാഞ്ചേരി ഡിവൈഎഫ്ഐയെ കുറിച്ച് വടക്കാഞ്ചേരിയിലെ ഏരിയ കമ്മിറ്റി മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞു, പിള്ളേര് മുഴുവൻ പിരിച്ച് കട്ട് നിന്ന് നടക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ ആരാന്ന് വെളിപ്പെടുത്തുന്നില്ല, ആവശ്യം വന്നാൽ വെളിപ്പെടുത്തും. ആ രീതിയിലേക്ക് നടക്കുന്ന ആളുകളാണ് ഡിവൈഎഫ്ഐക്കാർ. കേരളം മുഴുവൻ ഈ മയക്കുമരുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആരാ? ഡിവൈഎഫ്ഐയും SFIയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ CPM അധികാരത്തിൽ കയറി 10 വർഷമായി വടക്കാഞ്ചേരി നഗരസഭയിലും കേരളത്തിലും എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ദൈവത്തിനെയും അതുപോലെ തന്നെ ഇതുപോലെ സദാചാരത്തെയും ഈ പണപ്പിരിവും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വിജയിക്കാമെന്നാണ് വ്യാമോഹമെങ്കിലും നടക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ സത്യാവസ്ഥയുമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. ഞങ്ങൾക്ക് പേടിയില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും. CPM-ഉം DYFI പ്രവർത്തനം നടത്തിയതൊക്കെ തുറന്നു കാണിച്ച് തെളിവ് സഹിതം തുറന്നു കാണിക്കും. ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇത്തരം ഈ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഈ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അല്ലാതെ വെറുതെ പത്രസമ്മേളനം നടത്തി ആളുകളെ കരുതലിൽ നിർത്തരുത് എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ NE